മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പുസ്തക വായനയിൽ ഇന്ന് എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിൻ്റെ തുടർച്ച. കുഞ്ഞു പാത്തുമ്മ പറഞ്ഞു, അപ്പോൾ എന്നെയും കൊണ്ടുപോകണം. ഉമ്മ ചിരിച്ചു. ഉമ്മ പറഞ്ഞു, അതൊക്കെ നിൻ്റെ കെട്ടിയോനോട് പറ. അവളങ്ങ് നാണിച്ചു പോയി. അവളൊന്നും മിണ്ടിയില്ല. പക്ഷേ അവളെ കെട്ടാൻ വരുന്നത് ആരാണ്? ചെറുപ്പക്കാരനോ വയസ്സനോ കറുത്തതോ വെളുത്തതോ ഒന്നും അവൾക്കറിഞ്ഞുകൂടാ. ആരോ ഒരാൾ വരുന്നുണ്ട്. ആര്? പെണ്ണായി പിറന്നാൽ ഏതെങ്കിലും ഒരാണിനെ കല്യാണം കഴിച്ചു കൊടുക്കും. മുഹമ്മദ് നബിയുടെയും അസ്ഹാബിമാരുടെയും കാലം മുതൽക്കേ ഉള്ള പതിവാണ്. അവർക്കു മുമ്പും ഇതായിരുന്നിരിക്കണം പതിവ്. പണ്ട് മനുഷ്യകുലത്തിൻ്റെ ആരംഭത്തിൽ ആദം നബി ഹവ്വാ ബീവിയെ കെട്ടി. ആദം നബിക്കും ഹവ്വാ ബീബിക്കും ബാപ്പയും ഉമ്മയും ഉണ്ടായിരുന്നില്ല. ആയതിനാൽ അവരുടെ വിവാഹം നടത്തിക്കൊടുത്തത് റബ്ബുൽ ആലമീനായ തമ്പുരാനാണ്. ആദം നബിയും ഹവ്വാ ബീവിയുമാണ് ഇന്ന് ലോകത്തിലുള്ളവരുടെയും മരിച്ചുപോയവരുടെയും ആദ്യത്തെ ഉമ്മയും ബാപ്പയും. അവർക്കു മുമ്പ് ഭൂമിയിൽ മനുഷ്യരുണ്ടായിരുന്നില്ല. ആദം നബിയും ഹവ്വാ ബീവിയും എത്ര കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതെന്ന് കുഞ്ഞു പാത്തുമ്മക്ക് അറിഞ്ഞുകൂടാ. ആദം നബിക്ക് ശേഷം ഈ ലോകത്തിൽ കോടിക്കണക്കിന് നബിമാരുണ്ടായി. അവരിൽ 25ഓളം പ്രവാചകന്മാരുടെ പേരുകളെ ഖുർആനിലുള്ളൂ. ഭൂഗോളത്തിലുണ്ടായ ജനവിഭാഗങ്ങളുടെ അടുത്തേക്കെല്ലാം ഓരോ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്.